വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ വയലിനരികിലൂടെ യാത്ര ചെയ്തത്. നമ്മുടെ നാട്ടിൽ വയലുകളൊന്നുമില്ലല്ലോ. ഇന്ന് വയലുകൾ കണ്ടപ്പോൾ പാലക്കാട് കണ്ട കാഴ്ചകളാണ് ഓർമ്മ വന്നത്. ഒരുപാട് ദൂരം നിരന്നു നിൽക്കുന്ന വയലുകളും കരിമ്പനകളും കരിമ്പാറകളും. പാലക്കാടുള്ള പല്ലശ്ശനയിൽ വയലുകൾ താണ്ടി കരിമ്പാറക്കൂട്ടങ്ങളുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. അതുപോലെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലും കക്കഞ്ചേരിയിലെ ശ്രീ പാറയിൽ പരദേവതാ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ക്ഷേത്ര നടയിലെത്തുമ്പോൾ അതിമനോഹരമായ ശംഖിൽ തീർത്ത ഒരു ഭണ്ഡാരം കാണാം. എല്ലാ ക്ഷേത്രങ്ങളെ പോലെ ക്ഷേത്രത്തിനു മുൻപിൽ ഒരു കൂറ്റൻ ആൽമരം കാണാം. കരിമ്പാറക്കൂട്ടങ്ങളുടെ മുകളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അല്പം കുത്തനെ കയറിയാൽ മാത്രമേ നമുക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയൂ. അതുകൊണ്ട് പ്രായമുള്ളവർ വരുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് അത്ഭുതകരമായി തോന്നിയത് ഈ ക്ഷേത്രക്കുളമാണ്. പാറക്കൂട്ടങ്ങളുടെ നടുവിലൊരു കുളം. കാണാൻ ചെറിയൊരു കുളമാണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഈ കുളം ഇവിടെ നിർമ്മിച്ചത്. കുറച്ച് ദൂരം കയറിയപ്പോൾ പാറയുടെ മുകളിൽ വെള്ളം ഒരിക്കലും വറ്റാത്ത രീതിയിൽ ഇതുപോലെ ചെറിയ കിണറുകളും കണ്ടു. അവിടുന്ന് അല്പം കയറിയാൽ ക്ഷേത്ര സന്നിധിയിലെത്തും. ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തിയാൽ താഴോട്ട് നോക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നേരിട്ട് കാണാൻ വരിക.